ശിവൻ കൊടുങ്കാറ്റിന്റെ ശക്തി മാത്രമല്ല, അതേസമയം ആഴത്തിലുള്ള സമാധാനവുമാണ്. അതുപോലെ തന്നെ സന്തോഷം തിരിച്ചുവരും, വീട്ടിൽ സമാധാനം വർദ്ധിക്കും. വർഷങ്ങളായി ശ്രദ്ധിക്കപ്പെടാതെ ഈ ഘട്ടത്തിൽ മാനേജ്മെന്റ് നോട്ടീസ് ചെയ്യുന്നു. വർഷങ്ങളായി കാത്തിരുന്ന സന്തോഷവാർത്ത ഒടുവിൽ എത്തുന്നു. നമസ്കാരം. സ്റ്റുഡിയോ ആസ്ട്രോയുടെ ഈ ആത്മീയ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്രഫലങ്ങൾ, ഗ്രഹനിലകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ അവതരിപ്പിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ സമയോചിതമായി ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അഞ്ജന എസ് പണിക്കർ. നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ അമൂല്യമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മടിക്കേണ്ടതില്ല. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവു ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും വളരെ അധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോലി തിരക്കുകൾ കാരണം എല്ലാ കമന്റുകൾക്കും ഉടൻ മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമല്ലോ. മറുപടിയിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ദയവു ചെയ്തു ക്ഷമിക്കുമല്ലോ. ഒരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? പുറത്ത് ഞാൻ എല്ലാവരോടും ചിരിച്ചും സന്തോഷത്തോടെ സംസാരിച്ചും നടക്കുന്നു. പക്ഷേ ഉള്ളിൽ എന്തോ ഒരു വിഷമം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ കുടുംബത്തിൽ എല്ലാം ശരിയാണെന്ന് തോന്നുന്നു. എല്ലാവരും സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. പക്ഷേ എന്റെ മനസ്സിൽ മാത്രം എന്തോ ഒരു അസ്വസ്ഥത. പൂരം നക്ഷത്രക്കാർക്ക് ഈ അനുഭവം വളരെ സാധാരണമാണ്. കാരണം ഈ നക്ഷത്രത്തിന്റെ ദേവത ഭഗവാൻ ശിവനാണ്. ശിവൻ എന്നത് വെറും ശാന്തതയുടെ പ്രതീകം മാത്രമല്ല, ഒരേ സമയം അതിയായ സ്നേഹവും അതിയായ ശക്തിയും അതിയായ നിശബ്ദതയും ചിലപ്പോൾ കൊടുങ്കാറ്റ് പോലുള്ള വികാരങ്ങളും ഒരുമിച്ച് ഉള്ള ശക്തിയാണ്. അതുകൊണ്ടുതന്നെ പൂരം നക്ഷത്രക്കാരുടെ മനസ്സും വളരെ വ്യത്യസ്തമാണ്. ഇവർ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ സന്തോഷമുള്ളവരായി തോന്നും. ആളുകളോട് നല്ല രീതിയിൽ പെരുമാറും. കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി എല്ലായ്പ്പോഴും കൂടെയുണ്ടാകും. പക്ഷേ അവരുടെ സ്വന്തം മനസ്സിലെ വിഷമങ്ങൾ അധികം ആരോടും തുറന്നു പറയാറില്ല. ചിലപ്പോൾ ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ വരാം. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത്? എല്ലാം ശരിയായിരിക്കുമ്പോഴും എനിക്ക് പൂർണ്ണ സന്തോഷം തോന്നാത്തത് എന്തുകൊണ്ട്? എന്നിങ്ങനെ പല ചോദ്യങ്ങളും മനസ്സിൽ വരാം. ഇവരുടെ മനസ്സ് വളരെ ആഴമുള്ളതാണ്. ചെറിയ കാര്യങ്ങൾ പോലും ഇവരെ വേദനിപ്പിക്കാം. മറ്റുള്ളവർ പറയുന്ന ഒരു ചെറിയ വാക്ക് പോലും ഇവരുടെ മനസ്സിൽ നീണ്ട സമയം നിൽക്കും. പക്ഷേ അതൊന്നും ഇവർ പുറത്തു കാണിക്കില്ല. ചിരിച്ചുകൊണ്ട് എല്ലാം ഉള്ളിൽ ഒതുക്കി വയ്ക്കും. ഒരു നിമിഷം ചിന്തിക്കൂ. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷം ഒരാൾ മാത്രം ഉണർന്നിരിക്കുകയാം. പുറത്ത് എല്ലാം നിശബ്ദം. പക്ഷേ അവന്റെ മനസ്സിൽ മാത്രം ഒരുപാട് ചിന്തകൾ. അതാണ് പല പൂരം നക്ഷത്രക്കാരുടെയും യഥാർത്ഥ അവസ്ഥ. ഓർമ്മിക്കൂ, ശിവൻ കൊടുങ്കാറ്റിന്റെ ശക്തി മാത്രമല്ല, അതേസമയം ആഴത്തിലുള്ള സമാധാനവുമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എത്ര അസ്വസ്ഥതയുണ്ടെങ്കിലും അത് ഒരു ദിവസം ശാന്തമാകും. ഈ വിഷമങ്ങളും കടന്നുപോകും. നിങ്ങൾക്കും ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആരും എന്റെ ഉള്ളിലെ വിഷമം പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കമന്റിൽ എഴുതൂ. അതുകൊണ്ടാണ് പൂരം നക്ഷത്രക്കാരുടെ ജീവിതവും വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നത്. ചില സമയങ്ങളിൽ അവരുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും. സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ, കുടുംബത്തിന്റെ സ്നേഹം, ആളുകളുടെ ആദരം എല്ലാം ഒരുമിച്ച് ലഭിക്കുന്ന സമയം. പക്ഷേ ചില സമയങ്ങളിൽ അതേ ജീവിതം വളരെ വികാരപരമായ ഒരു ഘട്ടത്തിലേക്ക് മാറും. ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിനെ വേദനിപ്പിക്കും. ചിലപ്പോൾ ആരും മനസ്സിലാക്കാത്ത ഒരു വിഷമം ഉള്ളിൽ ഉണ്ടാകും. പുറത്ത് എല്ലാം ശരിയായിരിക്കുമ്പോഴും ഉള്ളിൽ മാത്രം ഒരു ഭാരമുണ്ടായിരിക്കും. ഇതാണ് പൂരം നക്ഷത്രക്കാരുടെ പ്രത്യേകത. ഇവർ ജീവിതം വളരെ ആഴത്തിൽ അനുഭവിക്കുന്നവരാണ്. സന്തോഷവും വളരെ ആഴത്തിൽ അനുഭവിക്കും. വിഷമവും അതുപോലെ തന്നെ. അതുകൊണ്ടാണ് ചിലപ്പോൾ ഇവർക്ക് മനസ്സ് പെട്ടെന്ന് മാറുന്നതുപോലെ തോന്നുന്നത്. പക്ഷേ ഒരു നല്ല കാര്യമുണ്ട്. 2026 വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പതുക്കെ ഒരു മാറ്റം ആരംഭിക്കാൻ പോകുന്നു.
ഇത് ഒരു പെട്ടെന്നുള്ള മാറ്റമല്ല, ഒരു ദിവസം കൊണ്ട് എല്ലാം മാറുകയും ഇല്ല, പക്ഷേ നിങ്ങൾക്കുതന്നെ അറിയാതെ ജീവിതം പുതിയൊരു ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് വെറും പുറത്തെ മാറ്റങ്ങളുടെ സമയം മാത്രമല്ല, ഉള്ളിലെ മാറ്റങ്ങളുടെ സമയവുമാണ്. ഇപ്പോൾ ഒരു ചെറിയ ചോദ്യം: നിങ്ങളുടെ നക്ഷത്രം പൂരമാണോ? നിങ്ങൾ ഇപ്പോൾ ഒരു വികാരപരമായ ഘട്ടത്തിലൂടെയാണോ കടന്നുപോകുന്നത്? എല്ലാം ശരിയായിരിക്കുമ്പോഴും മനസ്സിൽ മാത്രം എന്തോ ഒരു ഭാരം തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കമന്റിൽ എഴുതൂ. പൂരം നക്ഷത്രക്കാർ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ശക്തരായ ആളുകളായി തോന്നും. ഏത് സാഹചര്യവും ധൈര്യത്തോടെ നേരിടുന്നവരായി മറ്റുള്ളവർ ഇവരെ കാണും. കുടുംബത്തിനു വേണ്ടിയും സുഹൃത്തുക്കൾക്കു വേണ്ടിയും എല്ലായ്പ്പോഴും കൂടെയുണ്ടാകുന്നവർ. പ്രശ്നങ്ങൾ വന്നാൽ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർ. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് സാധാരണ ഇവർക്കുണ്ടാകുന്നത്. പക്ഷേ ഇവരുടെ ഉള്ളിലേക്ക് നോക്കിയാൽ അവിടെ വളരെ മൃദുവായ ഒരു മനസ്സാണ്. വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഇവരുടെ മനസ്സിനെ വേദനിപ്പിക്കാം. മറ്റൊരാൾ തമാശയായി പറഞ്ഞ ഒരു വാക്ക് പോലും ഇവർ വളരെ ആഴത്തിൽ ചിന്തിച്ചേക്കാം. പുറത്തു ചിരിക്കുമ്പോഴും ഉള്ളിൽ ആ വാക്ക് വീണ്ടും വീണ്ടും ഓർക്കുന്നവരായിരിക്കും. പ്രത്യേകിച്ച് കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ വളരെ ആഴത്തിൽ അനുഭവിക്കും. വീട്ടിൽ ആരെങ്കിലും വിഷമിച്ചാൽ അത് ഇവർക്കും സമാധാനം നഷ്ടപ്പെടുത്തും. കുടുംബത്തിൽ ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടെങ്കിൽ പോലും അത് ഇവരുടെ മനസ്സിൽ വലിയ ഭാരമായി മാറും. ഒരു ചെറിയ കഥ ചിന്തിക്കൂ. ഒരു വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. ചിരിയും സംസാരവും സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായി. ആരോ പറഞ്ഞ ഒരു വാക്ക് മറ്റൊരാൾ തെറ്റായി മനസ്സിലാക്കി. ആദ്യത്തിൽ അത് വളരെ ചെറിയ കാര്യമെന്ന പോലെ തോന്നി. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ആ ചെറിയ വിഷയം മനസ്സിൽ വളരാൻ തുടങ്ങി. സംസാരങ്ങൾ കുറഞ്ഞു. അകലം കൂടാൻ തുടങ്ങി. വീട്ടിലെ പഴയ സന്തോഷം പതുക്കെ കുറയാൻ തുടങ്ങി. പ്രശ്നം യഥാർത്ഥത്തിൽ അത്ര വലുതായിരുന്നില്ല, പക്ഷേ അതിനോടൊപ്പം ഉണ്ടായ വികാരങ്ങളാണ് വലിയതായത്. ഇതാണ് പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്. ഇവർ പ്രശ്നങ്ങളെക്കാൾ അതിനോട് ബന്ധമുള്ള വികാരങ്ങളെയാണ് കൂടുതൽ ആഴത്തിൽ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമാധാനമാണ്. മനസ്സിന് ശാന്തിയുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങളിലും ഇവർ സന്തോഷം കണ്ടെത്തും. പക്ഷേ മനസ്സിൽ അസ്വസ്ഥതയുണ്ടെങ്കിൽ പുറത്ത് എല്ലാം ഉണ്ടായാലും പൂർണ്ണ സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. പണം ഉണ്ടായേക്കാം, നല്ല ജോലി ഉണ്ടായേക്കാം, കുടുംബവും ഉണ്ടായേക്കാം. പക്ഷേ മനസ്സിൽ സമാധാനം ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവ് ഉണ്ടെന്ന തോന്നൽ ഇവരെ വിട്ടുപോകില്ല. അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം മനസ്സിനെ സംരക്ഷിക്കുക എന്നതാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിൽ എടുത്തു വേദനിക്കാതെ ചില കാര്യങ്ങൾ വിട്ടുകളയാനും പഠിക്കണം. കാരണം ഇവരുടെ സന്തോഷം പുറത്തെ സാഹചര്യങ്ങളിൽ മാത്രം അല്ല, ഉള്ളിലെ സമാധാനത്തിലും ആശ്രയിച്ചിരിക്കുന്നു. ശിവന്റെ ശക്തി വളരെ വ്യത്യസ്തമായ ഒന്നാണ്. അത് വെറും ശാന്തതയുടെ ശക്തിയല്ല, മാറ്റത്തിന്റെ ശക്തിയാണ്. ഒരാളെ ഉള്ളിൽ നിന്ന് മാറ്റിമറിക്കുന്ന ശക്തി. പഴയ ചിന്തകളെ മാറ്റി പുതിയൊരു മനസ്സിലേക്ക് നയിക്കുന്ന ശക്തി. അതുകൊണ്ടാണ് പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും പലപ്പോഴും വലിയ മാറ്റങ്ങൾ കാണുന്നത്. ചില സമയങ്ങളിൽ ഇവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതായി തോന്നും. പക്ഷേ ചില ഘട്ടങ്ങളിൽ ജീവിതം പെട്ടെന്ന് മാറിപ്പോകും. മനസ്സിൽ ഒരു ശൂന്യത, ഒറ്റപ്പെട്ടതുപോലുള്ള ഒരു തോന്നൽ, വികാരപരമായ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പല അനുഭവങ്ങളും വരാം. ഒരു ഘട്ടത്തിൽ ഇവർക്ക് തോന്നാം, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നിങ്ങനെ. കുടുംബ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ അകലം, മനസ്സിലെ സമ്മർദ്ദം, ഇവയെല്ലാം ഒരുമിച്ച് വന്നതുപോലെ തോന്നാം. പക്ഷേ ഇതാണ് ശിവശക്തിയുടെ പ്രത്യേകത. ആദ്യം ഒരു കൊടുങ്കാറ്റ് പോലെ എല്ലാം കുലുക്കും, പിന്നെ പതുക്കെ ജീവിതത്തെ ശാന്തതയിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും ആദ്യം വിഷമം, പിന്നെ അതിനുശേഷം വലിയൊരു മാറ്റം, പിന്നെ മനസ്സിൽ ഒരു പുതിയ സമാധാനം. ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു വ്യക്തിയുടെ കഥ ചിന്തിക്കൂ. അവൻ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് വളരെ മാനസികമായി തളർന്നിരുന്നു. പുറത്തു സാധാരണ പോലെ പെരുമാറിയെങ്കിലും ഉള്ളിൽ ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു. ആരോടും തുറന്നു പറയാനാകാത്ത അവസ്ഥ, രാത്രികളിൽ ഉറങ്ങാൻ പോലും ബുദ്ധിമുട്ട്. പക്ഷേ ഒരു ദിവസം അവൻ ചെറിയൊരു മാറ്റം ആരംഭിച്ചു. രാവിലെ കുറച്ച് സമയം ശാന്തമായി ഇരിക്കാൻ തുടങ്ങി, ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങി,
ശിവക്ഷേത്രത്തിന്റെ നിശബ്ദതയിൽ കുറച്ച് സമയം ചിലവഴിക്കാൻ തുടങ്ങി. കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരുന്ന് സ്വന്തം മനസ്സിനെ കേൾക്കാൻ തുടങ്ങി. ആദ്യം വലിയ മാറ്റമൊന്നും തോന്നിയില്ല. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അവന്റെ മനസ്സ് പതുക്കെ ശാന്തമാകാൻ തുടങ്ങി. ചിന്തകൾ കുറയാൻ തുടങ്ങി. മുമ്പ് വലിയ പ്രശ്നമായി തോന്നിയ കാര്യങ്ങൾ പോലും ഇപ്പോൾ കുറച്ച് ലളിതമായി തോന്നാൻ തുടങ്ങി. പിന്നീട് അവൻ തിരിച്ചറിഞ്ഞു, എന്റെ ജീവിതം മാറാൻ തുടങ്ങിയത് പുറത്തെ സാഹചര്യങ്ങൾ കൊണ്ടല്ല, എന്റെ ഉള്ളിലെ മാറ്റം കൊണ്ടാണ് എന്ന്. ഇതാണ് ശിവന്റെ ശക്തി. ആദ്യം ജീവിതത്തെ പരീക്ഷിക്കും. പിന്നെ അതേ ജീവിതത്തെ കൂടുതൽ ശക്തവും കൂടുതൽ ശാന്തവുമായ ഒന്നാക്കി മാറ്റും. അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർ ഒരു കാര്യം ഓർമ്മിക്കണം. നിങ്ങൾ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിലൂടെയാണെങ്കിലും അത് എന്നും ഇങ്ങനെ തന്നെയായിരിക്കില്ല. ഈ കൊടുങ്കാറ്റിന് ശേഷം ഒരു ശാന്തത വരും. ഈ അസ്വസ്ഥതയ്ക്ക് ശേഷം ഒരു വ്യക്തത വരും. നിങ്ങളുടെ ജീവിതം പതുക്കെ പുതിയൊരു ദിശയിലേക്ക് മാറും. ശിവന്റെ ശക്തി വളരെ വ്യത്യസ്തമായ ഒന്നാണ്. അത് വെറും ശാന്തതയുടെ ശക്തിയല്ല, മാറ്റത്തിന്റെ ശക്തിയാണ്. ഒരാളെ ഉള്ളിൽ നിന്ന് മാറ്റിമറിക്കുന്ന ശക്തി. പഴയ ചിന്തകളെ മാറ്റി പുതിയൊരു മനസ്സിലേക്ക് നയിക്കുന്ന ശക്തി. അതുകൊണ്ടാണ് പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും പലപ്പോഴും വലിയ മാറ്റങ്ങൾ കാണുന്നത്. ചില സമയങ്ങളിൽ ഇവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതായി തോന്നും. പക്ഷേ ചില ഘട്ടങ്ങളിൽ ജീവിതം പെട്ടെന്ന് മാറിപ്പോകും. മനസ്സിൽ ഒരു ശൂന്യത, ഒറ്റപ്പെട്ടതുപോലുള്ള ഒരു തോന്നൽ, വികാരപരമായ ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെ പല അനുഭവങ്ങളും വരാം. ഒരു ഘട്ടത്തിൽ ഇവർക്ക് തോന്നാം, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നിങ്ങനെ. കുടുംബ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ അകലം, മനസ്സിലെ സമ്മർദ്ദം, ഇവയെല്ലാം ഒരുമിച്ച് വന്നതുപോലെ തോന്നാം. പക്ഷേ ഇതാണ് ശിവശക്തിയുടെ പ്രത്യേകത. ആദ്യം ഒരു കൊടുങ്കാറ്റ് പോലെ എല്ലാം കുലുക്കും. പിന്നെ പതുക്കെ ജീവിതത്തെ ശാന്തതയിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും ആദ്യം വിഷമം, പിന്നെ അതിനുശേഷം വലിയൊരു മാറ്റം, പിന്നെ മനസ്സിൽ ഒരു പുതിയ സമാധാനം. ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു വ്യക്തിയുടെ കഥ ചിന്തിക്കൂ. അവൻ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് വളരെ മാനസികമായി തളർന്നിരുന്നു. പുറത്തു സാധാരണ പോലെ പെരുമാറിയെങ്കിലും ഉള്ളിൽ ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു. ആരോടും തുറന്നു പറയാനാകാത്ത അവസ്ഥ, രാത്രികളിൽ ഉറങ്ങാൻ പോലും ബുദ്ധിമുട്ട്. പിന്നീട് അവൻ തിരിച്ചറിഞ്ഞു, എന്റെ ജീവിതം മാറാൻ തുടങ്ങിയത് പുറത്തെ സാഹചര്യങ്ങൾ കൊണ്ടല്ല, എന്റെ ഉള്ളിലെ മാറ്റം കൊണ്ടാണ് എന്ന്. ഇതാണ് ശിവന്റെ ശക്തി. ആദ്യം ജീവിതത്തെ പരീക്ഷിക്കും. പിന്നെ അതേ ജീവിതത്തെ കൂടുതൽ ശക്തവും കൂടുതൽ ശാന്തവുമായ ഒന്നാക്കി മാറ്റും. അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർ ഒരു കാര്യം ഓർമ്മിക്കണം. നിങ്ങൾ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിലൂടെയാണെങ്കിലും അത് എന്നും ഇങ്ങനെ തന്നെയായിരിക്കില്ല. ഈ കൊടുങ്കാറ്റിന് ശേഷം ഒരു ശാന്തത വരും. ഈ അസ്വസ്ഥതയ്ക്ക് ശേഷം ഒരു വ്യക്തത വരും. നിങ്ങളുടെ ജീവിതം പതുക്കെ പുതിയൊരു ദിശയിലേക്ക് മാറും. ഔദ്യോഗിക ജീവിതത്തിൽ പൂരം നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുവരെ ആരും ശ്രദ്ധിക്കാതെ പോയിരുന്ന നിങ്ങളുടെ പരിശ്രമങ്ങൾ ഇപ്പോൾ പതുക്കെ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങും. ഒരുപാട് കാലമായി നിങ്ങൾ ശാന്തമായി ജോലി ചെയ്തിട്ടുണ്ടാകാം, അധികം സംസാരിക്കാതെ. നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നന്നായി നിർവഹിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതിന് അർഹിച്ച അംഗീകാരം ലഭിച്ചില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളെക്കാൾ കുറച്ച് പരിശ്രമിക്കുന്നവർ പോലും മുന്നോട്ടു പോകുന്നത് കണ്ടപ്പോൾ എന്റെ സമയം എപ്പോഴാണ് വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ പതുക്കെ മാറാൻ തുടങ്ങും. നിങ്ങളുടെ ജോലിയിലെ ആത്മാർത്ഥത, നിങ്ങളുടെ സ്ഥിരത, നിങ്ങളുടെ കഴിവ്, ഇതെല്ലാം മേലധികാരികൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. മുമ്പ് ആരും കാണാതെ പോയ ചെറിയ കാര്യങ്ങൾ പോലും ഇപ്പോൾ വിലമതിക്കപ്പെടും. ഒരു ജീവനക്കാരന്റെ കഥ ചിന്തിക്കൂ. അവൻ വർഷങ്ങളായി ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തു. എല്ലാ ജോലികളും ആത്മാർത്ഥമായി ചെയ്തു. അധിക സമയം ജോലി ചെയ്യേണ്ടി വന്നാലും പരാതിയില്ലാതെ ചെയ്തു. പക്ഷേ ഓരോ പ്രമോഷൻ സമയത്തും മറ്റുള്ളവരാണ് മുന്നോട്ടു പോയത്. അവൻ മാത്രം പിന്നിലായി. ഒരു സമയത്ത് അവൻ തോന്നി, എന്റെ പരിശ്രമത്തിന് യാതൊരു വിലയുമില്ലേ എന്ന്. പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു മാറ്റം സംഭവിച്ചു. പുതിയ മാനേജ്മെന്റ് വന്നതോടെ അവന്റെ ജോലി ശ്രദ്ധിക്കപ്പെട്ടു. അവൻ ചെയ്തിരുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഇപ്പോൾ വലിയ മൂല്യമുള്ളതായി കാണപ്പെട്ടു. പിന്നീട് ഒരു ദിവസം അവൻ ഏറെ നാളായി കാത്തിരുന്ന ഉയർച്ച ലഭിച്ചു. അപ്പോൾ അവൻ മനസ്സിലാക്കി,
എന്റെ പരിശ്രമം വെറുതെയായിരുന്നില്ല, അത് ശ്രദ്ധിക്കപ്പെടാൻ സമയം മാത്രം വൈകിയതാണ് എന്ന്. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഇതുവരെ കാണാതെ പോയ നിങ്ങളുടെ കഴിവുകൾ ഇപ്പോൾ വെളിച്ചത്തിലേക്ക് വരാം. ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാം. ചിലർക്ക് പുതിയ സ്ഥാനം ലഭിക്കാം. ചിലർക്ക് കൂടുതൽ ആദരവും സ്വാധീനവും ലഭിക്കാം. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം. ഈ ഉയർച്ച വന്നപ്പോൾ അതിനൊപ്പം കൂടുതൽ ഉത്തരവാദിത്വങ്ങളും വരും. അതിനാൽ വിനയം നഷ്ടപ്പെടുത്തരുത്. ക്ഷമയും സ്ഥിരതയും കൈവിടരുത്. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഇതുവരെ കാണാതെ പോയ നിങ്ങളുടെ കഴിവുകൾ ഇപ്പോൾ വെളിച്ചത്തിലേക്ക് വരാം. ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാം. ചിലർക്ക് പുതിയ സ്ഥാനം ലഭിക്കാം. ചിലർക്ക് കൂടുതൽ ആദരവും സ്വാധീനവും ലഭിക്കാം. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം. ഈ ഉയർച്ച വന്നപ്പോൾ അതിനൊപ്പം കൂടുതൽ ഉത്തരവാദിത്വങ്ങളും വരും. അതിനാൽ വിനയം നഷ്ടപ്പെടുത്തരുത്. ക്ഷമയും സ്ഥിരതയും കൈവിടരുത്. കാരണം ഈ സമയം നിങ്ങളോട് പറയുന്നത് വളരെ വ്യക്തമാണ്. നിങ്ങളുടെ പരിശ്രമം ഇനി മറഞ്ഞുകിടക്കില്ല. നിങ്ങളുടെ സമയം പതുക്കെ ആരംഭിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ പൂരം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക രംഗത്ത് നല്ല മാറ്റങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക്. ഇതുവരെ ഉണ്ടായിരുന്ന മന്ദഗതി പതുക്കെ മാറാൻ തുടങ്ങും. മുമ്പ് ഒരുപാട് ശ്രമിച്ചിട്ടും ഫലം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം. നല്ല കഴിവും നല്ല ഉൽപ്പന്നവും ഉണ്ടായിട്ടും ശരിയായ ആളുകളിലേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ പതുക്കെ അനുകൂലമാകാൻ തുടങ്ങും. പുതിയ അവസരങ്ങൾ വരാം. പുതിയ ആളുകളെ പരിചയപ്പെടാം. മുമ്പ് ലഭിക്കാത്ത സഹായങ്ങൾ ഇപ്പോൾ ലഭിക്കാം. പക്ഷേ അവൻ പൂർണ്ണമായി കൈവിട്ടില്ല. ഒരു ദിവസം അപ്രതീക്ഷിതമായി ഒരു വലിയ ഉപഭോക്താവ് അവന്റെ ബിസിനസ്സിനെക്കുറിച്ച് അറിഞ്ഞു. അതിനുശേഷം പതുക്കെ കൂടുതൽ ആളുകൾ എത്താൻ തുടങ്ങി. മുമ്പ് ശൂന്യമായിരുന്ന കട ഇപ്പോൾ തിരക്കേറിയതായി മാറി. അപ്പോൾ അവൻ മനസ്സിലാക്കി, എന്റെ കഴിവ് മാറിയതല്ല, സമയം മാറിയതാണ് എന്ന്. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രധാന സത്യം. ചിലപ്പോൾ ജീവിതത്തിൽ എല്ലാം പരിശ്രമം മാത്രം കൊണ്ട് ലഭിക്കില്ല. ശരിയായ സമയവും അത്ര തന്നെ പ്രധാനമാണ്. ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാം. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കാം. ചിലർക്ക് പുതിയ ബിസിനസ് തുടങ്ങാനുള്ള അവസരവും വരാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. പണം വരാൻ തുടങ്ങുമ്പോൾ അനാവശ്യ ചെലവുകളും കൂടാം. അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വിവേകത്തോടെ മുന്നോട്ടു പോകണം. ആരോഗ്യപരമായി നോക്കുമ്പോൾ പൂരം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് മെച്ചപ്പെട്ട അവസ്ഥ കാണാൻ സാധ്യതയുണ്ട്. മുമ്പ് ഉണ്ടായിരുന്ന ചില അസ്വസ്ഥതകൾ കുറയാം. ശരീരത്തിനേക്കാൾ മനസ്സിലാണ് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത്. കാരണം പൂരം നക്ഷത്രക്കാർ സാധാരണയായി വളരെ അധികം ചിന്തിക്കുന്നവരാണ്. ഒരു ചെറിയ കാര്യം പോലും മനസ്സിൽ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ പ്രശ്നം കഴിഞ്ഞിട്ടും അതിന്റെ ഓർമ്മ മാത്രം ഇവരെ വീണ്ടും വിഷമിപ്പിക്കും. അവന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലായ്പ്പോഴും ക്ഷീണം തോന്നും. മനസ്സ് ശാന്തമല്ല. കാരണം പിന്നീട് മനസ്സിലായി, ശരീരത്തിന്റെ പ്രശ്നത്തേക്കാൾ മനസ്സിലെ സമ്മർദ്ദമാണ് അവനെ കൂടുതൽ ബാധിച്ചിരുന്നത്. അവൻ ചെറിയ മാറ്റങ്ങൾ തുടങ്ങി. ഉറക്കസമയം ശരിയാക്കി. കുറച്ച് സമയം ശാന്തമായി ഇരിക്കാൻ തുടങ്ങി. അനാവശ്യ ചിന്തകൾ കുറയ്ക്കാൻ ശ്രമിച്ചു. പതുക്കെ ശരീരവും മനസ്സും രണ്ടും മാറാൻ തുടങ്ങി. അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർ ഓർമ്മിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യവും അത്ര തന്നെ പ്രധാനമാണ് എന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ കാലഘട്ടം വളരെ അനുകൂലമായ ഒരു സമയമാണ്. മുമ്പ് പഠനത്തിൽ ഉണ്ടായിരുന്ന ശ്രദ്ധക്കുറവ്, അലസത, ആശയക്കുഴപ്പം ഇവ പതുക്കെ മാറാൻ തുടങ്ങും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ലഭിക്കും. മനസ്സ് സ്ഥിരതയോടെ ഇരിക്കാൻ തുടങ്ങും. ഉയർന്ന പഠനത്തിനുള്ള അവസരങ്ങളും ലഭിക്കാം. ചിലർക്ക് അവർ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന പഠനസ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാനും സാധ്യതയുണ്ട്. അതിനുശേഷം അവന്റെ പഠനരീതിയും മാറി. മുമ്പ് മണിക്കൂറുകൾ പഠിച്ചിട്ടും ഓർമ്മിക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് സമയത്തിൽ തന്നെ മനസ്സിലാകാൻ തുടങ്ങി. ഫലങ്ങളും പതുക്കെ മെച്ചപ്പെട്ടു. അപ്പോൾ അവൻ മനസ്സിലാക്കി, എന്റെ കഴിവ് മുമ്പും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സ് ശരിയായ ദിശയിൽ എത്തിയതാണ് എന്ന്. ഇതാണ് ഈ സമയത്തിന്റെ പ്രത്യേകത. ശ്രദ്ധയും ആത്മവിശ്വാസവും കൂടുമ്പോൾ ഫലങ്ങളും സ്വാഭാവികമായി മാറാൻ തുടങ്ങും. വിവാഹവും കുടുംബസന്തോഷവും ഈ കാലഘട്ടത്തിൽ പൂരം നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഏറെ നാളായി മനസ്സിൽ ഉണ്ടായിരുന്ന ചില വിഷമങ്ങൾ പതുക്കെ കുറയാൻ തുടങ്ങും.
വീട്ടിൽ വീണ്ടും പഴയ സന്തോഷവും അടുപ്പവും തിരികെ വരാൻ സാധ്യതയുണ്ട്. വിവാഹം വൈകിയവർക്ക് നല്ല വാർത്തകൾ വരാം. ഏറെ നാളായി കാത്തിരുന്ന ബന്ധങ്ങൾ ഈ സമയത്ത് ശരിയായ ദിശയിലേക്ക് പോകാം. ചിലർക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള അവസരവും ലഭിക്കാം. ഒരു വീട്ടിന്റെ കഥ ചിന്തിക്കൂ. ആ വീട്ടിൽ വർഷങ്ങളായി എല്ലാവരും ഒരു സന്തോഷവാർത്ത കാത്തിരിക്കുകയായിരുന്നു. ഓരോ വർഷവും പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ കാരണങ്ങളാൽ കാര്യങ്ങൾ നീണ്ടുപോയി. ചിലപ്പോൾ അവർ പ്രതീക്ഷ പോലും കുറച്ചു. പക്ഷേ ഒരു ദിവസം അവർ ഏറെ നാളായി കാത്തിരുന്ന ആ സന്തോഷവാർത്ത എത്തി. ആ വീട്ടിൽ വീണ്ടും ചിരിയും സന്തോഷവും നിറഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് ഒരു സമാധാനം. ഇതാണ് ഈ സമയത്തിന്റെ പ്രത്യേകത. ചില സന്തോഷങ്ങൾ വൈകിയെത്തും. പക്ഷേ അത് എത്തുമ്പോൾ വാഹനവും ഭൗതിക നേട്ടങ്ങളും. ഈ സമയത്ത് ചിലർക്ക് പുതിയ വാഹനം സ്വന്തമാക്കാൻ അവസരം ലഭിക്കാം. ചിലർ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന സാധനങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട്. ജീവിത രീതിയിൽ ഒരു മെച്ചപ്പെടൽ അനുഭവപ്പെടാം. മുമ്പ് ഇത് ഇപ്പോൾ സാധ്യമാകില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും ഇപ്പോൾ പതുക്കെ യാഥാർത്ഥ്യമാകാൻ തുടങ്ങും. വീട്ടിൽ പുതിയ സാധനങ്ങൾ, കൂടുതൽ സൗകര്യങ്ങൾ, ജീവിതത്തിൽ ഒരു ഉയർച്ച അനുഭവപ്പെടാം. ആത്മീയ സന്ദേശം. പൂരം നക്ഷത്രക്കാർക്ക് ഭഗവാൻ ശിവനുമായുള്ള ബന്ധം വളരെ ശക്തമായ ഒന്നാണ്. ഇവരുടെ മനസ്സ് വളരെ ആഴമുള്ളതായതിനാൽ ആത്മീയത ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ശിവക്ഷേത്ര ദർശനം, മഹാമൃത്യുഞ്ജയ മന്ത്രജപം, പ്രദോഷ് പൂജ ഇവ വെറും ആചാരങ്ങൾ മാത്രമല്ല, ഇവ മനസ്സിനെ ശാന്തമാക്കുന്ന വഴികളാണ്. ഒരു വ്യക്തി വളരെ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ഒരുപാട് ചിന്തകൾ, തീരുമാനമെടുക്കാൻ പോലും ബുദ്ധിമുട്ട്. പക്ഷേ അവൻ ഒരു ശീലം തുടങ്ങി. ആഴ്ചയിൽ ഒരു ദിവസം ശിവക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങി. കുറച്ച് സമയം ശാന്തമായി ഇരിക്കാൻ തുടങ്ങി. പതുക്കെ അവന്റെ മനസ്സ് മാറാൻ തുടങ്ങി. മുമ്പ് വലിയ പ്രശ്നമായി തോന്നിയ കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങി. ചിന്തകൾ ശാന്തമായി. തീരുമാനങ്ങൾ കൂടുതൽ ശരിയായി. ഇതാണ് ആത്മീയതയുടെ ശക്തി. മനസ്സ് ശാന്തമായാൽ ജീവിതവും പതുക്കെ ശരിയായ ദിശയിലേക്ക് പോകാൻ തുടങ്ങും. പൂരം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഒരു പ്രധാന സന്ദേശം നൽകുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന വികാരപരമായ ബുദ്ധിമുട്ടുകൾ പതുക്കെ കുറയും. മനസ്സിലെ ഭാരങ്ങൾ കുറയാൻ തുടങ്ങും. നഷ്ടപ്പെട്ട സന്തോഷം വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് മുന്നേറ്റം ലഭിക്കാം. നിങ്ങൾ ചെയ്ത പരിശ്രമങ്ങൾ ഇപ്പോൾ ഫലം കാണാൻ തുടങ്ങും. സാമ്പത്തികമായും ഒരു മെച്ചപ്പെടൽ അനുഭവപ്പെടാം. പക്ഷേ ഇതെല്ലാം ലഭിക്കുമ്പോഴും ഒരു കാര്യം മറക്കരുത്. നിങ്ങളുടെ യഥാർത്ഥ ശക്തി നിങ്ങളുടെ മനസ്സിന്റെ സമാധാനമാണ്. ജീവിതം ഇപ്പോൾ നിങ്ങളെ പതുക്കെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. പഴയ വിഷമങ്ങളിൽ നിന്ന് കൂടുതൽ ശക്തമായ, കൂടുതൽ ശാന്തമായ ഒരു ജീവിതത്തിലേക്ക്. അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ഈ കാലഘട്ടം നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ കൂടുതൽ ശക്തരാക്കാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ക്ഷമ വേണം. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്നില്ല. ചില കാര്യങ്ങൾ വൈകാം. ചില ഉത്തരങ്ങൾ ഉടനെ ലഭിക്കാതിരിക്കാം. പക്ഷേ അതുകൊണ്ട് മനസ്സ് തകരരുത്. കാരണം ജീവിതം ഇപ്പോൾ നിങ്ങളെ പതുക്കെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. അതുപോലെ തന്നെ മനസ്സിന്റെ ശാന്തതയും വളരെ പ്രധാനമാണ്. പുറത്തെ സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ നിയന്ത്രണത്തിൽ ആയിരിക്കില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ മനസ്സിന്റെ സമാധാനമായിരിക്കും. മനസ്സ് ശാന്തമായാൽ തീരുമാനങ്ങൾ കൂടുതൽ ശരിയായിരിക്കും. ബന്ധങ്ങൾ കൂടുതൽ മനോഹരമാകും. ജീവിതം കൂടുതൽ ലളിതമായി തോന്നും. ഓർമ്മിക്കൂ, നിങ്ങളുടെ സമാധാനമാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. ഇപ്പോൾ ഒരു അവസാന ചോദ്യം. നിങ്ങൾ തയ്യാറാണോ മനസ്സിലെ പഴയ വേദനകളിൽ നിന്ന് പുറത്തുവരാൻ, വികാരപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് വളർച്ചയിലേക്ക് നീങ്ങാൻ, പുതിയൊരു സമാധാനമുള്ള ജീവിതത്തിലേക്ക് മാറാൻ? അങ്ങനെയാണെങ്കിൽ കമന്റിൽ എഴുതൂ. ഞാൻ ഇതുവരെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പൂരം നക്ഷത്രക്കാരുടെ വിഷുഫല സാധ്യതകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, നിങ്ങളുടെ പേരും നാളും കമന്റായി താഴെ ഇടാവുന്നതാണ്. അത് കുറിച്ചെടുത്തു ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ദിവസം നടന്നുവരുന്ന പൂജകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും പങ്കുവയ്ക്കാൻ ദയവായി മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ഇറ്റ്സ് മീ അഞ്ജന എസ് പണിക്കർ, സൈനിങ് ഓഫ്.